ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെമീസ് പാഷൻ ഹബ്സ്. കഴിഞ്ഞ വീഡിയോയിൽ ക്ലാസ് റൂമിലേക്ക് ഒരു വെൽക്കം ബോർഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതും കേക്ക് ബോർഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വരുന്നതൊരു ബർത്ത്ഡേ ചാർട്ടാന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക. ഈ ഒരു ബർത്ത്ഡേ ചാർട്ട് കംപ്ലീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് അല്ല. കാരണം ഇതിൽ 28 സ്റ്റുഡൻസ് ആണ് വേണ്ടത്. പക്ഷേ ഇതിൽ 15 സ്റ്റുഡൻസിൻ്റെ ഫോട്ടോസ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി സ്റ്റുഡൻസിൻ്റെ ഫോട്ടോസ് കിട്ടുന്നതിനനുസരിച്ചിട്ട് മാം തന്നെ സ്റ്റിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടി ഞാനൊരു ബ്ലാക്ക് കളർ ചാർട്ടും ഒരു വൈറ്റ് കളർ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു സ്ക്രാപ്പ് ബുക്കാണ്. ഈ ഒരു സ്ക്രാപ്പ് ബുക്കിൽ പല കളേഴ്സിലുള്ള ഇതുപോലത്തെ കളർ പേപ്പേഴ്സ്. 28 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ക്ലാസ്സിലുള്ളതെങ്കിലും 15 സ്റ്റുഡൻസിൻ്റെ മാത്രമാണ് ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓരോ ഫോട്ടോസിൻ്റെ ബാക്കിലായിട്ട് ഏത് മന്തിലാണ് അവരുടെ ബർത്ത്ഡേ വന്നതെന്നുള്ളതും കൂടി മാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല ഇപ്പോൾ ഓരോ മന്തിലും എത്ര കുട്ടികളുടെ ബർത്ത്ഡേ ആണ് വരുന്നതും കൂടി മാം എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്നാലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു സൈസിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോട്ടോസൊക്കെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ജനുവരിയിലും ഫെബ്രുവരിയിലും ഒറ്റ കുട്ടികളുടെയും ബർത്ത്ഡേ വരുന്നില്ല. പിന്നെ സെപ്റ്റംബറിലും ഒക്ടോബറിലും 6 സ്റ്റുഡൻസിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ഇത് സെപ്റ്റംബർ മന്തിലേക്കുള്ളതാണ്. 6 സ്റ്റുഡൻസാണ് ഉള്ളത്. ഇതിൽ ഒരു കുട്ടിയുടെയും കൂടി ഫോട്ടോ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഒരു ബലൂണിൻ്റെ ഷേപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബലൂൺ ഇങ്ങനെ കെട്ടിവെച്ചൊരു രീതിയിലുള്ള ഷേപ്പാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഏകദേശം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേ സൈസിൽ തന്നെ ഒക്ടോബർ മാസത്തിലും ഉള്ള ബലൂൺ കട്ട് ചെയ്തെടുക്കണം. കാരണം ഒക്ടോബർ മാസത്തിലും 6 സ്റ്റുഡൻസിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒരേ സൈസിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെല്ലാം ഈ ഒരു സൈസിലാട്ടോ. ബാക്കിയൊരു 8 മാസത്തിൻ്റെ, അതായത് ജാനുവരിയും ഫെബ്രുവരിയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മാസത്തിനും ഈ ഒരു സൈസിലുള്ള ബലൂണാണ് ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സിൽ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ളത്. അതിലെല്ലാം 2 സ്റ്റുഡൻസിൻ്റെ ബർത്ത്ഡേ മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റുഡൻസിൻ്റെ ഫോട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ എല്ലാ ബലൂൺസും ഞാൻ കട്ട് ചെയ്ത് നമ്മുടെ ചാർട്ട് പേപ്പറിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഫസ്റ്റ് 2 ബലൂൺ അത് ജാനുവരി ഫെബ്രുവരി ആണ്. അതിൽ ഒറ്റ സ്റ്റുഡൻസിൻ്റെ ബർത്ത്ഡേ വരുന്നില്ല കേട്ടോ. എങ്കിലും നമുക്ക് മന്ത് മെൻഷൻ ചെയ്യേണ്ട കാര്യമുള്ളത് കൊണ്ട് ഇതുപോലെ നമ്മൾ എല്ലാ ബലൂൺസും ഒന്ന് അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഭംഗി വരാനായിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഫോട്ടോസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് എല്ലാ മന്തുകളും ഒന്ന് എഴുതി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പേപ്പർ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ബലൂൺസിനും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ വെച്ചിട്ടാണ് ഈ ഒരു മന്ത് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഫസ്റ്റ് ജാനുവരി ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കി എല്ലാ മന്തും ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ജാനുവരി ഫെബ്രുവരി ചെറിയ ബലൂൺ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പേപ്പറാണ് കട്ട് ചെയ്ത് മന്ത് നെയിം എഴുതി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് താഴേക്ക് ഇത്രയും സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു സ്പേസിലേക്ക് ഒരു കാർട്ടൂൺ പിക്ചർ വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് കളറിലുള്ള ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാർട്ടൂൺ പിക്ചർ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയ അനുസരിച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് വരച്ചെടുക്കുന്നത്. ഒരു കരടിക്കുട്ടനൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിത് എന്തായിട്ടാണ് തോന്നണത് എന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വരയ്ക്കുന്ന ടൈമിൽ വളരെ ലൈറ്റായിട്ടൊന്ന് വരച്ചെടുക്കുക. അതിന് ശേഷം മാത്രം പെൻസിൽ യൂസ് ചെയ്തിട്ട് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്രോയിങ്സ് കാണാൻ ഒട്ടും വൃത്തി ഉണ്ടാവില്ല കേട്ടോ. ഇനി വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കളറിങ് ചെയ്യുന്നത്. വാട്ടർ കളർ യൂസ് ചെയ്ത് കളർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു കളർ മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ സ്കിൻ കളർ യൂസ് ചെയ്തിട്ട് ഫേസും ഹാൻഡും ഒക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ബനിയനൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാൻ നോക്കി, പിന്നെ വിചാരിച്ചു വേണ്ട, ഒരു റെഡൊക്കെ ആകുമ്പോൾ ഒരു നല്ല ഇടുപ്പുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ആ ഒരു ബ്ലാക്ക് ചാർട്ടിൽ നമ്മളിത് കട്ട് ചെയ്ത് ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
സോ ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷൻസൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡോട്ടൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. പാൻസിന് ഇതുപോലൊരു ബ്ലൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേ ലാസ്റ്റ് പരിപാടിയാണ് നമ്മുടെ ഈ ഒരു ഔട്ട്ലൈൻ കൊടുക്കൽ. അപ്പോൾ ഔട്ട്ലൈൻ നല്ല നീറ്റ് ആൻഡ് വൃത്തിയായിട്ട് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് കൈ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകണുണ്ടോ, അതെൻ്റെ മോളുടെ കൈയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ചെയ്യേണ്ട ടൈം ആയപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര വാശിയായിട്ട് എൻ്റെ മടി കയറിയിരിക്കാം കേട്ടോ. അപ്പോൾ അവൾക്കും കൂടി അതിനകത്തൊന്ന് അലമ്പാക്കണം, അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും ആളെ മടിയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഔട്ട്ലൈനൊക്കെ കൊടുക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എനിക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ ആളിങ്ങനെ കൈ തട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനത് ഔട്ട്ലൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ദേ അവിടെ ഇരുന്നിട്ട് ആ ഒരു വാട്ടർ കളറൊക്കെ എടുത്ത് ഇതൊക്കെ ആക്കണ്ട കേട്ടോ. ദേ ചെറുതായിട്ട് ആ ഒരു സൈഡിലൊക്കെ ആ ഒരു കളറൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു പേപ്പറിൽ നിന്ന് ഇത് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ ബ്ലാക്ക് ചാർട്ട് പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം ഔട്ട്ലൈനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ആ ഒരു ബനിയത്തിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്ത് നമ്മുടെ ചാർട്ട് പേപ്പറിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ബലൂൺസൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇനി ആ ഒരു ബലൂണിൻ്റെ വള്ളികൾ ഈ ഒരു കരടിക്കുട്ടൻ്റെ കയ്യിലേക്ക് വരുന്ന രീതിയിൽ കുറച്ച് വള്ളികൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഏതെങ്കിലും ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക, വൈറ്റോ അല്ലെങ്കിൽ ഇതുപോലെ ലെമൺ യെല്ലോ കളറോ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലെമൺ യെല്ലോ കളർ ചൂസ് ചെയ്തിട്ടുണ്ടായത്. കണ്ടില്ലേ, അതുകൊണ്ടാണ് നമ്മുടെ കരടിക്കുട്ടിൻ്റെ 2 കൈയും ഞാൻ ഇങ്ങനെ വിടർത്തി വെച്ച് കൊടുത്തത് കേട്ടോ. ഇനി ഈ ഒരു സൈസിൽ 2 വൈറ്റ് കളർ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിലേക്ക് ഹാപ്പി എന്നും മറ്റേതിലേക്ക് ബർത്ത്ഡേ എന്നാണ് ഞാൻ എഴുതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എഴുതുന്നതൊരു ഡിഫറെൻറ്റ് മെത്തേഡിലാണ്. അതായത് ഒരു ലെറ്ററിൻ്റെ സൈഡിൽ, പക്ഷേ എന്ന് വെച്ചാൽ അത് കട്ടായി പോവാത്ത രീതിയിൽ ഇതുപോലെയാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. ഞാൻ പറയുന്നതിനേക്കാളും വ്യക്തമായിട്ട് നിങ്ങൾക്കത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു എ അതുപോലെ പി ആ ലെറ്ററിൻ്റെയൊക്കെ സെൻറ്ററിലുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് കത്രിക വെച്ച് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചാർട്ട് പേപ്പറിലേക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സ്റ്റിക്ക് ചെയ്യുമ്പോഴും ഇതിങ്ങനെ വിട്ടു പോരരുത് കേട്ടോ, കീറി പോവുകയൊന്നും ചെയ്യരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ബർത്ത്ഡേ ഒന്നൊന്ന് എഴുതി കൊടുക്കാനുണ്ട്. അതും നേരത്തെ ചെയ്ത സെയിം മെത്തേഡിലാണ് ചെയ്യുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇപ്പോൾ റൈറ്റ് ലെഫ്റ്റ് ആ ഒരു രീതിയിലാണ് ലെറ്റേഴ്സ് എഴുതുന്നത് എങ്കിലും എല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി നമുക്കിത് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സെൻറ്ററിലുള്ള ഈ ഒരു ലെറ്റേഴ്സിൻ്റെയൊക്കെ ആ ഒരു പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ കട്ടർ യൂസ് ചെയ്തിട്ടാണ് അത് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ചാർട്ട് പേപ്പറിലേക്ക് അതും കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എങ്ങനെയുണ്ട്, നല്ല അടിപൊളിയായില്ലേ. അപ്പോൾ നമ്മുടെ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ജനുവരിയിലും ഫെബ്രുവരിയിലും ഞാൻ പറഞ്ഞല്ലോ ആരുടെയും ബർത്ത്ഡേ വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് അതിലിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒന്ന് എഴുതി കൊടുത്തിട്ട് കുറച്ച് സ്റ്റാർസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാർസ് പെൻ വെച്ചിടുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത്ര അങ്ങോട്ട് ഓവറാക്കുന്നില്ല, ഈ ഒരു രീതിയിൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി എല്ലാ ബലൂൺസിലും സ്റ്റുഡൻസിൻ്റെ ഫോട്ടോസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അത് മാം കിട്ടുന്നതിനനുസരിച്ചിട്ട് ആഡ് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ താഴെയായിട്ട് കുട്ടികളുടെ നെയിംസും കൂടി എഴുതി കൊടുക്കാനുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളുടെ പേര് എനിക്കറിയാത്തത് കൊണ്ട് അതും മാം തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവനെ വെച്ചിട്ടൊരു കുട്ടി വീഡിയോ എടുത്തു. ഇനി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിട്ട് വേണം മാമിനത് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ചാർട്ടും അതുപോലെ തന്നെ വെൽക്കം ബോർഡും എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ജിൻസി മാമിന് ഒത്തിരി താങ്ക്സ്. ഇതുപോലത്തെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഐഡിയാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.